നിങ്ങളിൽ എത്ര പേരായിരിക്കും നിങ്ങളുടെ മകനെയോ മകളെയോ കോളേജിലേക്കോ ജോലിക്കായിട്ടോ പോകാനായി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറ്റി അയച്ചിട്ടുണ്ടാവുക? ട്രെയിനിൽ പോയാലേ നീ സേഫ് ആയിരിക്കുകയുള്ളൂ. ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, അതിൽ നീ പോയാൽ മതി, അതിൽ വളരെ സുരക്ഷിതയായിരിക്കും നീ. ഇങ്ങനെയൊക്കെ പലരും സ്വന്തം പെൺമക്കളോട് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ സത്യത്തിൽ അവർ ട്രെയിനിൽ പോകുമ്പോൾ സുരക്ഷിതരാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം അങ്ങനെ ഒരു സംഭവമാണ് ട്രെയിനിനുള്ളിൽ യാത്ര ചെയ്ത ഗർഭിണിയായ ഒരു സ്ത്രീക്ക് നടന്നത്. 2025 ഫെബ്രുവരി മാസം 6-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 6:15 കോയമ്പത്തൂർ ടു തിരുപ്പൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് യാത്ര തിരിച്ചു. അത് കൃത്യം തിരുപ്പൂരിൽ 8 മണിക്കെത്തി. തിരുപ്പൂരിൽ നിന്ന് 36 വയസ്സുള്ള രേവതി എന്ന സ്ത്രീ ആ ട്രെയിനിലേക്ക് കയറുന്നു. അവർ കയറിയത് ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലാണ്. അവിടെ സ്ത്രീകൾക്കായി പ്രത്യേകിച്ച് ഒരു കോച്ച് ഉണ്ടാകും. ആ കോച്ചിലാണ് അവർ കയറിയത്. അവരുടെ സ്വന്തം സ്ഥലം ആന്ധ്രയിലുള്ള ചിറ്റൂരാണ്. തിരുപ്പൂരിൽ ഭർത്താവിന്റെ വീടാണുള്ളത്. തിരുപ്പൂരിൽ തന്നെ ഒരു ബനിയൻ കമ്പനിയിലാണ് അവൾ ജോലി നോക്കുന്നത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബം. പോരാത്തതിന് ആ സമയം അവൾ 4 മാസം ഗർഭിണിയായിരുന്നു. ആന്ധ്രയിലേക്ക് തന്റെ പ്രഗ്നൻസി ചെക്കപ്പിന് വേണ്ടിയായിരുന്നു അവൾ പോകുന്നത്. അവളുടെ റെഗുലർ ഡോക്ടർ ആന്ധ്രയിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരുപ്പൂരിൽ നിന്നും ആന്ധ്രയിലേക്ക് പോവുകയും അവിടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ താമസിക്കുകയും വീണ്ടും തിരികെ തിരുപ്പൂരിലേക്ക് തന്നെ വരികയും ചെയ്യും. ഇങ്ങനെ പോകുമ്പോഴെല്ലാം ഇതേ ട്രെയിനിൽ തന്നെയാണ് പോകാറ്. സാധാരണ ഇന്റർസിറ്റി എക്സ്പ്രസ് എന്നത് ഓരോ സ്റ്റോപ്പിലും നിർത്തിയായിരിക്കും പോവുക. വളരെ കുറവ് ആളുകൾ മാത്രമേ അവസാന സ്റ്റോപ്പ് വരെയും കൂടെ കാണുകയുള്ളൂ. പ്രധാനമായും ഡെയിലി ജോലിക്ക് പോയി വരുന്നവരാണ് ഈ ട്രെയിനിൽ കൂടുതലായും കാണപ്പെടുക. അങ്ങനെ രേവതി സ്ത്രീകൾക്കായിട്ടുള്ള കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന സമയം അതിനുള്ളിൽ ഒരു 8 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരുപ്പൂരിൽ നിന്നും ഈറോഡിലേക്ക്, ഈറോഡിൽ നിന്നും സേലത്തിലേക്ക്, സേലത്തിൽ നിന്നും ചോളാർപേട്ട. ഈ ചോളാർപേട്ടയിൽ രാവിലെ 10:30 മണിക്കെത്തി. ആ ചോളാർപേട്ട സ്റ്റേഷൻ എത്തിയപ്പോൾ രേവതിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 8-9 സ്ത്രീകൾ ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ഇപ്പോ ആ കമ്പാർട്ട്മെന്റിൽ അവൾ മാത്രമാണ്. ചോളാർപേട്ടയിൽ ട്രെയിൻ ഒരു 5 മിനിറ്റ് നിന്നു. അതിനുശേഷം അവിടെ നിന്നും പുറപ്പെട്ടു. അങ്ങനെ ട്രെയിൻ അവിടെ നിന്നും എടുത്തപ്പോൾ തന്നെ ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിനുള്ളിലേക്ക് ഒരു യുവാവ് പെട്ടെന്ന് ചാടിക്കയറുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ അവിടെ പോലീസ് ഇല്ല, പ്രത്യേകിച്ച് CCTV ക്യാമറകളുമില്ല. ഇത് കണ്ടപ്പോൾ തന്നെ രേവതി അയാളോട് ചോദിക്കാൻ തുടങ്ങി, ഇത് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റ് ആണ്, ഇവിടെ പുരുഷന്മാർക്ക് അനുവാദമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് ഇറങ്ങണമെന്ന്. അവൻ ഏകദേശം 27 വയസ്സുണ്ടാകും. പേര് ഹേംരാജ്. ഇത് കേട്ട ഹേംരാജ് പറഞ്ഞത്, ചേച്ചി ദയവ് ചെയ്ത് ഇത് കാര്യമാക്കരുത്, ട്രെയിൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു, എനിക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാനും അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറാനും സാധിക്കില്ല, അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തട്ടെ, ഞാൻ ഇവിടെ നിന്നും ഇറങ്ങാം എന്ന് പറഞ്ഞു. അതുവരെയും ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നും പറഞ്ഞു. അവനെ കാണാൻ വളരെ പാവം പോലെ തോന്നിയത് കൊണ്ടും ഇനി മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നറിയാവുന്നത് കൊണ്ടും രേവതിയും ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് രേവതി അവളുടെ ജോലി നോക്കാൻ തുടങ്ങി. എന്നാൽ അടുത്ത 10 മിനിറ്റിൽ തന്നെ ആ യുവാവിന്റെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം വരാൻ തുടങ്ങി. സാധാരണ ഒരു സ്ഥലത്തിരുന്നവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവൻ എന്തിനാണ് നടക്കുന്നത്? മറ്റെന്തെങ്കിലും ലഭിക്കുമോ എന്ന് തിരയുന്നതാണോ, അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതാണോ? രേവതി മാത്രമാണോ അവിടെ ഒറ്റയ്ക്കുള്ളത് എന്ന് ഉറപ്പുവരുത്താനാണോ അവൻ നടന്നത്? ഒന്നും തന്നെ അറിയില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ നടക്കാൻ തുടങ്ങി. അവനെ കാണാൻ വളരെ വ്യത്യസ്തമായി ഇപ്പോൾ രേവതിക്ക് തോന്നി. അവൾക്ക് ഒരു ഭയം മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് രേവതിയുടെ അടുത്തെത്തിയതും അവൾ ധരിച്ചിരുന്ന വസ്ത്രം പിടിച്ച് വലിക്കാൻ തുടങ്ങി. അവളോടൊന്നും തന്നെ ചോദിച്ചില്ല. അടുത്ത് വന്നവൻ പെട്ടെന്ന് അവൾ ധരിച്ചിരുന്ന വസ്ത്രം പിടിച്ച് വലിക്കാൻ തുടങ്ങി. രേവതിക്ക് അത് വല്ലാത്ത ദേഷ്യമായി. അവൾക്കൊരു ചെറിയ ഭയവുമുണ്ട്. എന്താണ് നീ ചെയ്യുന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? ഇത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്. ഇതിനുള്ളിൽ തന്നെ വന്നിട്ട് ആവശ്യമില്ലാതെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നവൾ ചോദിച്ചു. അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ അവൻ ആ പിടി വിട്ടില്ല. വീണ്ടും വസ്ത്രം പിടിച്ച് വലിച്ചു മാറ്റാനായി ശ്രമിച്ചു. അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അവനിൽ നിന്നും അവൾ ഒരുപാട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോരാടുകയായിരുന്നു. ദയവ് ചെയ്ത് എന്നെ വിടണം, എനിക്ക് 36 വയസ്സായി, നിന്നിൽ നിന്നും എത്രയോ മൂത്തതാണ് ഞാൻ. പോരാത്തതിന് ഞാനിപ്പോൾ ഗർഭിണിയാണ്, ഒരു കുഞ്ഞെന്റെ വയറ്റിലുണ്ട്, എന്നെ ഒന്നും തന്നെ ചെയ്യരുത് എന്ന് അവൾ കൈകൂപ്പി പറഞ്ഞു. പക്ഷെ അവൻ ഒന്നും തന്നെ കേട്ടില്ല. ഒന്നും പറ്റാതെ ആയപ്പോൾ അവൾ വളരെ ശക്തിയിൽ അവനെ പിടിച്ച് തള്ളിവിട്ടു. എന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ഓടി ആ ട്രെയിനിലെ ചെയിൻ വലിക്കാനായി ശ്രമിച്ചു. ഇപ്പോൾ അവൾക്കുള്ളത് ആ ഒരു ഓപ്ഷൻ മാത്രമാണ്. അവിടെ ആരും തന്നെ ഇല്ല. തനിക്കിനി രക്ഷപ്പെടാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആ എമർജൻസി ചെയിൻ വലിക്കുകയാണെങ്കിൽ തീർച്ചയായും തനിക്ക് രക്ഷപ്പെടാമെന്ന ഒരു പ്രതീക്ഷ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഓടാനായി ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അവൻ അവളുടെ കാലിൽ പിടിച്ച് വലിച്ച് താഴെയിട്ടു. വീണ്ടും അവനെ പിടിച്ചു വലിച്ച് തള്ളിയിട്ടിട്ട് ടോയ്ലറ്റിനുള്ളിൽ കയറി ഒളിക്കാം. ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തുന്നതുവരെയും
ആ ടോയ്ലറ്റിനുള്ളിൽ തനിക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ എമർജൻസി ചെയിൻ വലിച്ചാണെങ്കിലും തനിക്ക് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് അവൾ വീണ്ടും എഴുന്നേറ്റ് ടോയ്ലറ്റിനെ ലക്ഷ്യം വെച്ച് ഓടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവൻ അവളുടെ പുറകെ ഓടി. ആ ടോയ്ലറ്റിനുള്ളിലേക്ക് കയറി അവൾ ആ കഥ കടക്കുന്നതിന് മുൻപ് തന്നെ അവൻ വന്ന് അത് തടഞ്ഞു. അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. തന്റെ ശബ്ദം കേട്ടിട്ടാണെങ്കിലും തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെന്റിൽ ആരെങ്കിലും അലേർട്ടാകും, അവരെങ്കിലും തനിക്ക് സുരക്ഷയ്ക്ക് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അവനിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാനും സാധിച്ചില്ല. എത്രയോ അവൾ പ്രതിരോധിച്ചു നോക്കി. പക്ഷെ അവന്റെ ശക്തിക്ക് മുൻപിൽ അവളെ കൊണ്ട് പിടിച്ചു നിൽക്കാനായില്ല. അവനും അവളെ പിടിച്ചു വലിച്ച് വസ്ത്രമെല്ലാം കീറി വലിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തന്നിൽ നിന്നും വീണ്ടും വീണ്ടും അവൾ വഴുതി പോകുന്നു എന്ന് മനസ്സിലാക്കിയ യുവാവ് അവളുടെ ഒരു കൈ പിടിച്ചൊടിച്ചു. അസഹനീയമായ വേദനയിൽ അവൾ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവൻ വിട്ടതേയില്ല. വീണ്ടും അവളെ റേപ്പ് ചെയ്യാനായി ശ്രമിച്ചു. അതുമാത്രമല്ല, ഇനി ഇവളെ ജീവനോടെ വിടുകയാണെങ്കിൽ തനിക്ക് തന്നെയാണ് ആപത്ത് എന്ന് മനസ്സിലാക്കിയ ആ യുവാവ് അവളെ ആ ട്രെയിനിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും ചെയ്തു, ഓടുന്ന ട്രെയിനിൽ നിന്നും. പക്ഷെ അതിന് തൊട്ട് മുൻപ് പോലും അവനിൽ നിന്നും രക്ഷപ്പെടാൻ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. ഒരു കൈ ഒടിഞ്ഞു, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മറ്റൊരു കൈ ഉപയോഗിച്ച് ആ ട്രെയിനിന് പുറത്തുണ്ടായിരുന്ന കമ്പി പിടിച്ചു വെച്ചുകൊണ്ട് താഴേക്ക് വീഴാതിരിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അപ്പോഴും അവൾക്ക് മുൻപിലുണ്ടായിരുന്ന ആ യുവാവ് കാലുകൊണ്ട് ചവിട്ടുകയും കൈകൊണ്ട് അടിക്കുകയും ചെയ്തു. അവസാനം അവൾക്ക് പിടിച്ചു നിൽക്കാനേ സാധിച്ചില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവന്റെ ചവിട്ടിന്റെ ആഘാതത്തിൽ അവൾ താഴേക്ക് വീണു. ഓടുന്ന ട്രെയിനിൽ നിന്നും താഴേക്ക് വീണു. അപ്പോഴും രേവതിക്ക് സംഭവിച്ച ഒരേ ഒരു നല്ല കാര്യം, അവൾ താഴേക്ക് വീണ സമയത്ത് ആ ട്രെയിനിന്റെ ചക്രത്തിൽ അവൾ അകപ്പെട്ടില്ല. പൊതുവെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്നും ഒരാൾ താഴെ വീഴുകയാണെങ്കിൽ എത്രത്തോളം പരിക്ക് സംഭവിക്കുമെന്നുള്ള നമുക്ക് നന്നായി അറിയാം. താഴെയെല്ലാം ചല്ലിക്കല്ലുകളാണ്, കമ്പിയാണ്. അങ്ങനെ താഴെ വീഴുന്ന ആ ഒരു ശക്തിയിൽ എത്ര തവണ ഉരുണ്ടു പോകുമെന്നൊക്കെ നമുക്കറിയാം. കുറഞ്ഞത് നമ്മൾ സിനിമയിലെങ്കിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാകും. രേവതി വീണത് ഒരു കുപ്പം എന്നൊരു സ്ഥലമായിരുന്നു. അവൾ വീണ ഒരു അല്പസമയത്തിൽ തന്നെ അതിന് തൊട്ടപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ട് നിന്ന് ചില സ്ത്രീകൾ ട്രെയിൻ പാളത്തിൽ ഒരു പെൺകുട്ടി കിടക്കുന്നത് ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് തന്നെ കണ്ടവരെല്ലാം അങ്ങോട്ടേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്നും വീണു എന്നവർക്ക് മനസ്സിലായി. പക്ഷേ ഒരാൾ അവളെ തള്ളിവിട്ടതാണ് എന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. അതൊരു പക്ഷെ അപകടമായിരിക്കും എന്ന് ചിന്തിച്ച് എല്ലാവരും അടുത്തേക്ക് വന്നു. ഈ അടുത്തേക്ക് വരുന്നവരെല്ലാവരും അവൾ മരിച്ചുവെന്നായിരുന്നു ആദ്യം ചിന്തിച്ചത്. വളരെ ഭയത്തോടു കൂടി, ദുഃഖത്തോടു കൂടി അടുത്തേക്ക് ഓടി വരികയാണ്. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ആ പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുന്നു. 108 ആംബുലൻസിന് വിളിച്ചു. ആംബുലൻസ് വന്ന് തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടുപോയി. ശരീരത്തിൽ 2 സ്ഥലങ്ങളിൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് കയ്യിലാണ്. കയ്യിൽ സംഭവിച്ചത് ആ യുവാവ് കാരണമാണ്. മറ്റൊന്ന് കാലിലായിരുന്നു. ശരീരം മുഴുവനും മുറിവുകൾ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ഗർഭാവസ്ഥയെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഓടുന്ന ഒരു ട്രെയിനിൽ നിന്നും താഴേക്ക് വീഴുന്ന സമയത്ത് തീർച്ചയായും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വയറ്റിൽ വളരുന്ന കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടുപോകുന്ന സമയം ബോധമില്ലായിരുന്നു, സംസാരിക്കേണ്ട ഒരു അവസ്ഥയില്ലായിരുന്നു. അവളുടെ ഫോൺ വെച്ചുകൊണ്ടാണ് ബന്ധുക്കളെയും ഭർത്താവിനെയും വിവരം അറിയിച്ചത്. ഭർത്താവിനെ ഫോൺ വിളിച്ച് പറഞ്ഞത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു. ഭർത്താവും ഉടൻ തന്നെ ആ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വന്നു. അവർക്ക് ചികിത്സയെല്ലാം കൊടുത്ത് ബോധം തിരികെ കിട്ടിയപ്പോഴാണ് പോലീസ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചത്. അപ്പോഴാണ് അതൊരു ക്രൈം ആണെന്ന് മനസ്സിലായത്. റേപ്പ് അറ്റംപ്റ്റ് നടന്നു എന്നുള്ളത് മനസ്സിലായത്. അവൾ പോലീസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ബാത്റൂമിൽ നിന്ന് വന്നാங்க, அவனோட ட்ரெஸ் எல்லாம் கழட்டிட்டு வந்தாங்க. வந்த உடனே என் ட்ரெஸ் கழட்டுறதுக்கு பார்த்தாங்க. நான் கெஞ்சினுங்க, என் வயிற்றுல குழந்தை இருக்கு, நான் இந்த மாதிரி பொண்ணு கிடையாது, நான் உனக்கு அக்கா தங்கச்சி இருக்கோம்ல, அதை நினச்சி கொஞ்சம் எதிர்பாரு. என்னதுக்கு அவன் தலைமுடி பிடிச்சி தாத்தான்னு அடிச்சு, அப்புறம் நானும் என்னால் முடிஞ்ச அளவுக்கு அவனை அடித்து சேர்ந்தேன். 2 கையை கெட்டியமாக பிடிச்சிருந்தேன். நான் கீழே விழாத அளவுக்கு அவனே அடிச்சுட்டு நானும் கெட்டியமாக பிடிச்சிருந்தேன். ஒரு கையை ரைட் சைடு கயிறு உடைச்சிட்டான். ഉടച്ച ഉടനെ ഒരു കൈ സപ്പോർട്ട് தான் കടിച്ചിച്ച് എനിക്ക്. ഞാൻ അതിനകത്തേക്ക് കയറുമ്പോൾ 8 സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങി. ആ സമയത്ത് ഒരു യുവാവ് കയറി. കാണാൻ ഒരു ചെറിയ പയ്യനെ പോലെയായിരുന്നു. എന്നെ ചേച്ചി എന്നൊക്കെയായിരുന്നു വിളിച്ചത്. പക്ഷെ അവസാനം അവൻ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം എന്നെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടു എന്നും പറഞ്ഞു. അവനായിരുന്നു എന്റെ കൈയും ഒടിച്ചത്. ഇത് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു ക്രൈം ആയതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസ് ഉടൻ തന്നെ ആക്ഷൻ എടുക്കുന്നു. ആരായിരിക്കും ആ കയറിയത്? CCTV ക്യാമറകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടാകും. ജോളാർപേട്ട എന്ന സ്ഥലത്ത് നിന്നാണ് അവൻ ട്രെയിൻ കയറിയത്.
അവിടെ നിന്നാണ് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയത്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലുള്ള എല്ലാ CCTV ക്യാമറകളും പരിശോധിച്ചു. അതിൽ വരുന്ന ഓരോരുത്തരെയായി പരിശോധിക്കുന്നു. ആരാണ് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറുന്നത് എന്ന് സൂക്ഷ്മമായി നോക്കാൻ തുടങ്ങി. അവസാനം ആ യുവാവിനെ കണ്ടെത്തുകയും ചെയ്തു. അവന്റെ ഫോട്ടോ എടുത്ത് രേവതിയോട് കാണിച്ചു. ഇതാണോ എന്ന് ചോദിച്ചു. ഇവൻ തന്നെയാണ് കുറ്റവാളിയെന്ന് അവൾ പറയുകയും ചെയ്തു. പോലീസ് ഉടൻ തന്നെ അവനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിക്കുന്നു. അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. അവനും അതേ KV കുപ്പം എന്ന സ്ഥലത്തെ പൂഞ്ചോല എന്ന ഗ്രാമത്തിലാണ് അവൻ താമസിക്കുന്നത്. പോലീസ് അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്നു. അവന്റെ പേര് ഹേംരാജ്. ഹേംരാജിന് 26 വയസ്സാണ്. സംഭവം നടന്ന അടുത്ത ചില മണിക്കൂറുകളിൽ തന്നെ അവനെ പിടിച്ചത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം, ഈ ഇന്റർസിറ്റി എക്സ്പ്രസിൽ ഒരു ക്രൈം സംഭവിച്ചു. ക്രൈം നടന്ന അടുത്ത ചില മണിക്കൂറിൽ തന്നെ പോലീസും കുറ്റവാളിയെ കണ്ടെത്തി, പിടികൂടി അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിക്ക് നീതി ലഭിച്ചല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചു എന്ന് തന്നെ നമുക്ക് കരുതിയാലും സത്യത്തിൽ അവൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ ആരാണ് കാരണം? ഇതാണ് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ചോദ്യം. ഈ ഹേംരാജ് എന്ന യുവാവ്, അവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത്, ഇത് ആദ്യത്തെ കുറ്റമൊന്നും അല്ല അവൻ ചെയ്യുന്നത്. ഇതിനകം തന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ റോബറി നടത്തിയിട്ടുണ്ട്. അവന്റെ പ്രധാനപ്പെട്ട മോട്ടീവ് ട്രെയിനിലുള്ള പെൺകുട്ടികളെ ശല്യം ചെയ്യുക, അവരെ റേപ്പ് ചെയ്യുക, ശാരീരികമായി അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, എന്നിട്ട് അവരുടെ സ്വർണവും പണവും എല്ലാം മോഷ്ടിക്കുക. ഇതായിരുന്നു ലക്ഷ്യം. ഇതിനു മുൻപും ഇതുപോലെ ഒരുപാട് കുറ്റങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അവനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതുമാത്രമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയെ കൊന്ന കുറ്റവും അവന്റെ പേരിൽ ഉണ്ടായിരുന്നു. അവന്റെ പേരിൽ ഒരു ഗുണ്ടാസ് ആക്റ്റും ഉണ്ട്, അതായത് ഹാബിച്വൽ ഒഫൻഡർ. ഇവൻ ഇങ്ങനെയുള്ള ക്രൈമുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഗുണ്ടാസ് ആക്ട് കൊടുക്കുന്നത് അവൻ ജയിലിൽ നിന്നും തിരികെ ഇറങ്ങിയാൽ വീണ്ടും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പോലീസ് എപ്പോഴും അവനെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ്. ഇങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ അവനെ കുറിച്ചുള്ള ഒരുപാട് സത്യങ്ങൾ മനസ്സിലായി. ഒരു വലിയ ക്രൈം ഹിസ്റ്ററി തന്നെ ഉണ്ടായിരുന്നു. പോലീസ് ഇപ്പോഴും അതിന്റെ അന്വേഷണത്തിലാണ്. ഒരു 26 വയസ്സുള്ള യുവാവ് ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അവന് ആ ജാമ്യം കൊടുത്ത ജഡ്ജി ആരാണ്? അവന് ആ ബെയിൽ നൽകാൻ വാദിച്ച ആ വക്കീൽ ആരാണ്? ഇവിടെ നിയമം ഏത് പോയിന്റിലാണ് അവനെ പുറത്തേക്ക് കടക്കാൻ അനുവദിച്ചത്? ഇതൊക്കെ നമുക്ക് വരുന്ന ചോദ്യമാണ്. ഏതൊരു സാധാരണ മനുഷ്യർക്കും ഈ ചോദ്യങ്ങൾ വരും. അപ്പോ ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ നടന്ന ഈ ഒരു അനീതിക്ക് കാരണം ഈ ഹേംരാജ് ആണോ? ഹേംരാജിനെ ജയിലിൽ നിന്നും പുറത്തേക്ക് വിട്ട നിയമമാണോ? ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. എത്ര സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുന്നു. ഈ കുറ്റങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് കുറ്റവാളിയെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്നും അവരുടെ ആദ്യത്തെ കുറ്റമേ അല്ല, ആദ്യത്തെ ക്രൈമേ അല്ല. ഇതിനു മുൻപ് ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് അതെന്ന്. ഈ എല്ലാ സ്ഥലങ്ങളിലും പുതുതായി ഒരാൾ കുറ്റം ചെയ്യാൻ തുടങ്ങിയത് ഒന്നുമല്ല. ഇവർക്കൊക്കെ പുറകിൽ ഒരു വലിയ ക്രൈം ഹിസ്റ്ററി തന്നെയുണ്ട്. പണം കൊടുത്തൊക്കെ ജാമ്യം വാങ്ങി പുറത്തേക്ക് വരുന്നു. അവർക്ക് ആവശ്യമായ ഒരു വക്കീൽ ഉപയോഗിച്ച് പണം കൊടുത്ത് നിയമത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ടോ, എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ആണ് ഉള്ളത്, അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ പുറത്തേക്ക് വരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഗർഭിണിക്ക് നടന്ന ഈ ഒരു അനീതിക്ക് പുറകിൽ ആരൊക്കെയാണോ കുറ്റവാളികളായിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടെല്ലാം ഒരു കാര്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയുള്ള ശിക്ഷ നൽകിയാൽ അടുത്ത് ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കും? നിങ്ങൾ തന്നെ പറയുക. അവളും തനിക്കൊരു സുരക്ഷയുണ്ട് എന്ന് കരുതിയാണ് ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ തന്നെ കയറിയത്. അവൾക്ക് സാധാരണ ജനറൽ കമ്പാർട്ട്മെന്റിൽ മറ്റെവിടെയെങ്കിലും കയറാമായിരുന്നു. താനൊരു ഗർഭിണിയാണ്, തനിക്ക് വളരെ സുരക്ഷിതമായി എത്തേണ്ടതുണ്ടെന്ന് കരുതി ആ ഒരു കമ്പാർട്ട്മെന്റിൽ അവൾ കയറി. അവിടെ കയറി വന്ന യുവാവും അവളെ നോക്കി ചേച്ചി എന്നാണ് വിളിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവനൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നോ? എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ നോക്കി ചേച്ചി എന്ന് വിളിച്ചതിന് ശേഷവും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊടാൻ അവനെ കൊണ്ട് സാധിച്ചത്? അതും അടുത്ത 10 മിനിറ്റിൽ തന്നെ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു നിയമത്തിൽ ഇത്രയേറെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ? ഒരാൾ കൊലപാതകം ചെയ്താലും റേപ്പ് ചെയ്താലും കൊള്ളയടിച്ചാലും വളരെ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നുണ്ട്. ഈ ഹേംരാജ് എന്ന ഈ ഒരു യുവാവിനും കോടിക്കണക്കിന് സ്വത്തൊന്നുമില്ല. ഒരു ഗ്രാമത്തിൽ ചെറിയൊരു വീട്, മോഷ്ടിക്കുന്ന പണം ഉപയോഗിച്ചും കൊലപാതകം ചെയ്യുന്ന പണം ഉപയോഗിച്ചും അവൻ തെറ്റ് ചെയ്ത് സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് ദിനം പ്രതി അവന്റെ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നു. കോടിക്കണക്കിന് പണമൊന്നും ഇല്ലാത്തവൻ പോലും നിയമത്തിലുള്ള പോരായ്മകൾ മനസ്സിലാക്കി ആ ദ്വാരമെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തൻ്റെ തെറ്റുകളെല്ലാം മറച്ചു വെച്ച് പുറത്തേക്ക് വന്ന് അവൻ സുഖമായി ജീവിക്കുന്നു. അപ്പൊ ഈ പണമുള്ളവരുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. അവരോട് തെറ്റ് ചെയ്താൽ അവരുടെ പേര് പോലും പുറത്തു വരികയില്ല. നമ്മുടെ രാജ്യത്തുള്ള റെയിൽവേസ് നെറ്റ്വർക്ക് ലോകത്തിൽ 4ാം സ്ഥാനത്താണ് ഉള്ളത്. ആദ്യ സ്ഥാനത്ത് USA, അതിനുശേഷം ചൈന, പിന്നീട് റഷ്യ, അടുത്ത് ഇന്ത്യയാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയും.
പക്ഷെ സത്യത്തിൽ ഈ റെയിൽവേസ് സുരക്ഷിതമാണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വരുന്നൊരു ചോദ്യമാണ്. റെയിൽവേസിന്റെ ക്വാളിറ്റീസ് ആയാലും അല്ലെങ്കിൽ അവിടെയുള്ള സുരക്ഷയായാലും ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്ന ഒന്ന് പ്രത്യേകം വച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം ആ ലേഡീസ് കമ്പാർട്ട്മെന്റ് CCTV ക്യാമറ വയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം ആ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒരു ലേഡി പോലീസ് ഉണ്ടായിരിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം ഈ ട്രെയിന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവിടെ കാര്യങ്ങൾ നിരീക്ഷിക്കാനായി ചില പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തണം എന്നുള്ളത്, അങ്ങനെയുള്ള ചിലരെ സുരക്ഷയ്ക്ക് നിർത്തണം എന്നുള്ള ചിന്ത ഈ അധികാരികൾക്ക് തോന്നിയിട്ടുണ്ടോ? ട്രെയിനിലെ ഡോർ ഓട്ടോമാറ്റിക്കായും ക്ലോസ് ആകണം എന്നുള്ള ഒരു സിസ്റ്റം അവിടെ വയ്ക്കണമെന്ന് നമ്മുടെ നിയമത്തിന് തോന്നിയിട്ടുണ്ടോ? ലോകരാജ്യങ്ങളിൽ എടുത്തു നോക്കിയാൽ റെയിൽവേസിൽ നമ്മൾ 4ാം സ്ഥാനത്താണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. പക്ഷെ നമുക്ക് തൊട്ട് മുകളിലുള്ളവർക്ക് ആ സ്ഥാനം ലഭിക്കാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് നോക്കിയിട്ടുണ്ടോ? അവരെങ്ങനെ അവരുടെ പണികൾ ചെയ്യുന്നു എന്നുള്ളത് ഒരല്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രാജ്യത്ത് ട്രെയിനിൽ യാത്ര ചെയ്താൽ അവിടുത്തെ സ്റ്റാൻഡേർഡ്, അവിടെയുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അവർ കൊടുക്കുന്ന അതേ ടാക്സാണ് നമ്മളും കൊടുക്കുന്നത്. വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല. എന്നാൽ അവിടെയുള്ള ജനങ്ങൾ നൽകുന്ന ടാക്സിന് അവരെല്ലാം അനുഭവിക്കുന്നുണ്ട്. നമ്മളും അടയ്ക്കുന്ന ടാക്സിന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെയുള്ള നെഗറ്റീവായി മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. പൊതുവെ നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നിയമം അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എത്ര കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കുക. ഈ റെയിൽവേസിലെ സുരക്ഷയ്ക്ക് വേണ്ടിയായാലും ക്വാളിറ്റിക്ക് വേണ്ടിയായാലും അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു കുറ്റകൃത്യം അവർക്കൊരു പാഠമായി മാറണം. അങ്ങനെ ചിന്തിച്ച് നമുക്കൊരല്പം ആശ്വസിക്കാം. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷവും അവർ യാതൊരു സ്റ്റെപ്പും എടുത്തില്ല എന്നുണ്ടെങ്കിൽ റെയിൽവേസിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, ഇവരും അതേ ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്പെഷ്യലായി ഒരു പാസ് നൽകിയാലും ആ പാസ് വെച്ച് നിങ്ങൾക്ക് സുരക്ഷിതമായി പോകാൻ സാധിക്കുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? ഇന്ന് അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ സംഭവിച്ചത് നാളെ റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ സംഭവിക്കും. അവിടെ പോലും CCTV ക്യാമറകൾ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചും നമ്മുടെ റെയിൽവേയിലുള്ള സുരക്ഷിതത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ട്രെയിനിൽ യാത്ര ചെയ്ത നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും കമന്റിൽ പറയുക. മറ്റുള്ളവരും അതൊന്നും അറിയട്ടെ. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.